ഉറിയിൽ 2016 സെപ്റ്റംബറിൽ ഭീകരാക്രമണം നടന്നു. അതിന് മറുപടി എന്നോണം നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ പാകിസ്ഥാൻ 40 CRPF ജവാന്മാരെ വധിച്ചു. അതിന് പ്രത്യുത്തരമായി ഇന്ത്യൻ സൈന്യം ബാലക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര പരിശീലന ക്യാമ്പിനെ ആക്രമിച്ച് തകർത്തു. അപ്പോഴും പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനെ പഹൽഗാമിൽ 26 പേരെ മതം നോക്കി വേർതിരിച്ച് വളരെ സങ്കുചിതമായി വർഗീയമായി കൂട്ടക്കൊല ചെയ്തപ്പോൾ ഉറിയിലെ പോലെയോ അല്ലെങ്കിൽ പുൽവാമയിലെ പോലെയോ ഉള്ള ഒരു മറുപടിയാണ് അവരാഗ്രഹിച്ചത്. പാകിസ്ഥാൻ അങ്ങനത്തെ ഒരു മറുപടി, അങ്ങനത്തെ ഒരു ചെറു യുദ്ധം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാർ ആഗ്രഹിച്ചിരുന്നു. കാരണം ഈ അസീം മുനീറിന് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടണം. അസീം മുനീർ എന്ന പട്ടാള മേധാവിയാവട്ടെ വളരെ അൺപോപ്പുലറുമാണ് പാകിസ്ഥാനിൽ. അപ്പോൾ ഈ മട്ടിൽ രാഷ്ട്രീയ അസ്ഥിരത, രാജ്യത്തിൽ നിലനിൽക്കുന്ന മറ്റ് രീതിയിലുള്ള കാലുഷ്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ പഹൽഗാമിൽ ഇത്തരമൊരു ആക്രമണം ആസൂത്രണം ചെയ്തത് അസീം മുനീർ തന്നെയാണ്. അദ്ദേഹം മുൻ സൈനിക മേധാവിയായിരുന്ന ഖമർ ജാവേദ് ബജ്വയുടെ കാലത്ത് ISI മേധാവിയായിരുന്നു.